രാവിലെ തന്നെ ചേട്ടൻ അക്വേറിയൊക്കെ ക്ലീൻ ചെയ്തും കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. കുറേ നാളായി അതിലിങ്ങനെ മീനുകളെ വാങ്ങിയിടും, അതൊക്കെ ചത്തുപോകും, അങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരു വലിയ മീനെ മേടിച്ചിട്ടുണ്ടെന്നും കുറച്ച് പ്ലാനിങ്ങോടും കൂടിയാണ് ഈ ഒരു സൺഡേ ഞാൻ എണീറ്റ് വന്നത്. തലേദിവസം തന്നെ പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നു. നമ്മളുടെ ആ പ്രൂഫ് കിട്ടിയ ബുക്കൊക്കെ മുഴുവനായിട്ടൊക്കെ ഒന്ന് വായിച്ച് തീർക്കണം എന്നൊക്കെ വിചാരിച്ചാണ് കേട്ടോ വന്നത്. പക്ഷെ കണ്ടില്ലേ, എൻ്റെ തൊണ്ടയിൽ ആരോ ഇറുക്കി പിടിച്ച പോലെ ആയില്ലേ എൻ്റെ സൗണ്ട്. എല്ലാവർക്കും ഇവിടെ തുമ്മലും ജലദോഷവും തൊണ്ടവേദനയൊക്കെയാണ് കേട്ടോ. തലേദിവസം കിടക്കുന്നവരെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല എന്നേ. കല്യാണിക്കൊക്കെ പിന്നെ ഇന്നും ഉണ്ട്, അത് പെർമനൻ്റ് ആണ്. അതെന്നും അങ്ങനെയാണ്, ആൾക്ക് ജലദോഷം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് തലേദിവസം കിടക്കുന്നവരെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. കിടന്നൊരു ഉറക്കമൊക്കെ കഴിഞ്ഞപ്പോൾ തുടങ്ങി തൊണ്ട നല്ല വേദന. ചേട്ടൻ എന്താണെന്ന് അറിയില്ല, രാവിലെ തൊട്ട് ഭയങ്കര ഉഷാറായിരുന്നു കേട്ടോ. അക്വേറിയം ക്ലീൻ ചെയ്യുക, കാറ് കഴുകുക, ഈ വക പരിപാടികളൊക്കെ ആയിരുന്നു. ഞാനാണെങ്കിൽ ഇങ്ങനെ ഒരു ഭാഗത്ത് സൈഡായിട്ടൊക്കെ ഇരിക്കുകയായിരുന്നു കേട്ടോ. വേഗം അടുക്കളയിലത്തെ പണികളൊക്കെ ഒന്ന് കഴിക്കണം. ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു, അത് നമ്മുടെ വീട്ടിൽ ഞായറാഴ്ച പതിവാണ് കേട്ടോ. എന്തെങ്കിലും ഇറച്ചിയൊക്കെ വാങ്ങാറുണ്ട്. അങ്ങനെ കണ്ണൻകുട്ടീൻ്റെയും കല്യാണിനൊക്കെ വേഗം കുളിപ്പിച്ച് എവിടെയെങ്കിലും ഒരു ഭാഗത്ത് പോയി കിടക്കാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയൊക്കെയാണ് ഞാനിങ്ങനെ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ കണ്ണൻകുട്ടിക്ക് മൊത്തത്തിൽ അങ്ങോട്ട് ഉഷാറായില്ല. അപ്പോൾ ഞാൻ ചൂടുവെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് കുളിപ്പിക്കാനായിട്ട്. ആ ബനിയനൊക്കെ ഒന്ന് ഊരി അവനെ കുളിപ്പിക്കാനായിട്ടുള്ളതിലൊക്കെ നിൽക്കും. പക്ഷെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാണ്ട് ഇങ്ങനെ വാടി തളർന്ന് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നോക്കിയപ്പോഴാണ് അച്ഛനും മോളും കൂടെ ഭയങ്കര കാറ് കഴുകല്, കാറ് പണിയൊക്കെ കഴിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിനൊന്ന് സുന്ദരകൂട്ടപ്പനാക്കിയൊക്കെ വെക്കണം. വല്യമ്മയുടെ വീട്ടിലേക്ക് ഒന്ന് പോകണം എന്നൊക്കെ ചെറിയ പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ജലദോഷവും തുമ്മലൊന്നും കാരണം ഞങ്ങൾ ആ പ്ലാനൊക്കെ മാറ്റി വെച്ചു. കാരണം വല്യമ്മയുടെ വീട്ടിലേക്ക് പോകുന്നത് വല്യമ്മയുടെ മോളുടെ ഉണ്ണീനെ കാണാനായിരുന്നു. പ്രസവിച്ചിട്ട് കുറച്ചായിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ജലദോഷം ഒന്നും വെച്ചിട്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ഞാൻ ആ പ്ലാനിങ് ഒക്കെ ക്യാൻസലാക്കിയിട്ടുണ്ടായിരുന്നു. തുമ്മലും ജലദോഷമൊക്കെ ആയിട്ട് നമുക്ക് കുഞ്ഞുണ്ണീനെ കാണാൻ പോയി കഴിഞ്ഞാൽ ഉണ്ണിക്കും അതൊക്കെ പകരില്ലേ. അപ്പോൾ അതുകൊണ്ട് ആ പ്ലാനിങ് ഒക്കെ ക്യാൻസലാക്കിയിട്ടുണ്ടായിരുന്നു. എന്നാലും നമുക്ക് മീനെയൊക്കെ ഒന്ന് വാങ്ങാൻ പോകണം, ഒന്ന് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങണം, സൺഡേ അല്ലേ എന്നൊക്കെ വിചാരിച്ചതായിരുന്നു. പക്ഷെ ഒന്നിനും പറ്റാത്ത അവസ്ഥയായി പോയിട്ട് അവസാനം അങ്ങനെ ഞാൻ വേഗം കുളിച്ച് കല്യാണിക്കുട്ടിക്ക് ഡാൻസിന് പോകണമായിരുന്നു കേട്ടോ. 11:30 ഡാൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ കൊണ്ടുവന്നാക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ചേട്ടൻ കുളിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ കണ്ണൻകുട്ടീനെ ചേട്ടൻ്റെ അടുത്താക്കിയിട്ട് വേഗം കല്യാണിനെയും കൊണ്ട് ഡാൻസിന് പോയിട്ടോ. അപ്പോൾ തന്നെ കണ്ണനവിടെ കിടന്ന് കരയുന്നുണ്ടായിരുന്നു. നല്ല വെയിലാണ്, കണ്ടില്ലേ, നല്ല പൊരി വെയിലാണ്. അപ്പോൾ ആ ഒരു വെയിലത്ത് അവനെയും കൊണ്ട് പോയിട്ട് അവന് ബുദ്ധിമുട്ടൊന്നാവണ്ടെന്ന് വെച്ചിട്ടാണ് കേട്ടോ അവനെ കൊണ്ട് പോവാതിരുന്നത്. അങ്ങനെ വേഗം വന്ന് അടുക്കളയിലത്തെ പണികളൊക്കെ ഒരു വിധത്തിലൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് കണ്ണൻകുട്ടിക്ക് പഴം പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നേന്ത്രപ്പഴം പുഴുങ്ങാനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, അത് കൊടുക്കാനൊക്കെ എടുത്തു. പക്ഷേ ആൾ ഭയങ്കര ചുണ്ടിയായിരുന്നു കേട്ടോ. അവനെ കൊണ്ട് പോകുന്നതാണ് അവൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഡാൻസ് ക്ലാസ്സിക്ക്. പക്ഷേ ഈ വെയിൽ കാരണമായിട്ട് അല്ലെങ്കിൽ തന്നെ ചുമയും ജലദോഷമൊക്കെ. പക്ഷേ ആ ദേഷ്യം മുഴുവൻ അവൻ പഴം കൊടുക്കാനിരുന്നപ്പോൾ എൻ്റെ അടുത്ത് കാണിച്ചു കേട്ടോ.